ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ സമരഭൂമിയിലാട്ടോ, കിയാറ്റൂർ. നിങ്ങൾക്കറിയാലോ, വലിയ സമരഭൂമിയാണിത്. ദേശീയപാതേൻ്റെ വർക്ക് ഒരു 25% പൂർത്തിയായി എന്ന് പറയാം. ഈ വണ്ടിയുടെ ടയറിൻ്റെ വലിപ്പം കണ്ട് നമ്മളെ മിലിറ്ററി ആർമീൻ്റെ വരെ വണ്ടീൻ്റെ ടയർ പോയാലും. അപ്പോൾ കുറച്ച് അങ്ങോട്ടെല്ലാം മെറ്റലിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇത് വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വന്നല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വണ്ടിയുടെ ആ സ്റ്റൈൽ കണ്ടിട്ടൊന്ന് എടുത്തതാണ്. ഇത് മണ്ണ് ലെവലാക്കുന്ന വണ്ടിയാട്ടോ. ഇതിൻ്റെ ഈ വണ്ടിയിൽ മഞ്ഞ കളർ അടിയുണ്ട് കേട്ടോ. അങ്ങോട്ട് പോവാം, അടുത്ത വിഷ്വൽ നമുക്ക് കാണാം. ഇത് അണ്ടർപാസ്സാണ്. ഇത് കിയാറ്റൂർ ഫസ്റ്റത്തെ അണ്ടർപാസ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. എല്ലാം വലിയ റിസ്ക് പിടിച്ച പണി കേട്ടോ. അവിടെ എല്ലാം അത് വെള്ളക്കെട്ടുണ്ട്, പാടായതുകൊണ്ട് വെള്ളം കൂടുതലുണ്ട്. അതുകൊണ്ട് ഇവർ കോൺക്രീറ്റ് വർക്കൊന്നും കൂടുതൽ സ്പീഡായി നടക്കുന്നില്ല. ഇതവരെന്തോ ഓഫീസ് അങ്ങായിട്ടാണെന്ന് തോന്നുന്നു. എല്ലാം വലിയ റിസ്ക് പിടിച്ച പണി കേട്ടോ. അവിടെ എല്ലാം അത് വെള്ളക്കെട്ടുണ്ട്, പാടായതുകൊണ്ട് വെള്ളം കൂടുതലുണ്ട്. അതുകൊണ്ട് ഇവർ കോൺക്രീറ്റ് വർക്കൊന്നും കൂടുതൽ സ്പീഡായി നടക്കുന്നില്ല. ഇതവരെന്തോ ഓഫീസ് അങ്ങായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ അണ്ടർപാസിൻ്റെ ഇപ്പുറം എത്തിയിട്ടാണ്. അണ്ടർപാസ് സ്ഥലത്തിൻ്റെ പേര് ശരിക്കും അറിയില്ല. അല്ല, കിയാറ്റൂർ പെട്ട തന്നെ. അപ്പോൾ ഈ വർഷം ഇവിടെ പണി പൂർത്തിയാവില്ല എന്ന് ഉറപ്പിക്കാം. അത്രയും വർക്ക് ബാക്കിയുണ്ട് അത്ര കേട്ടോ. ഈ സൈഡ് കെട്ടി പൊന്തിച്ച് അതിൽ മണ്ണിട്ട് ഉറപ്പിച്ചിട്ടാവണം ബാക്കി മെറ്റൽ കൊണ്ടിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സൈഡ് കെട്ടാൻ തന്നെ കുറേ പണിയുണ്ട് കേട്ടോ. ഒന്നാമത് ഇവർക്ക് കെട്ടാൻ പറ്റുന്നില്ല, വെള്ളം ഉണ്ടോ കാണുന്നുണ്ടാവും. ഈ സൈഡ് കെട്ടി പൊന്തിച്ചിട്ടാണ് മണ്ണിട്ട് ലെവലാക്കണമെങ്കിൽ. അപ്പോൾ അവർക്ക് കോൺക്രീറ്റ് ചെയ്യാൻ തന്നെ നടക്കുന്നില്ല, ഫുള്ള് വെള്ളക്കെട്ടായതുകൊണ്ട്. ഒന്നാമത് പാടായതുകൊണ്ട് റിസ്ക്കാണ് വർക്ക്. ഇവിടെ മണ്ണിട്ട് പൊന്തിക്കണം കുറച്ച് പണിയൊന്നല്ല കേട്ടോ.
അടുത്ത അണ്ടർപാസ്സാണ് അത്. ഇത് അടുത്ത അണ്ടർപാസ്. അവിടെ ചുവന്ന ആമ്പൽക്കുളം ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം വെള്ളക്കെട്ടാണ്. കുറച്ചാൾ കുളിക്കുന്നു, കുറച്ചാൾ പണിയെടുക്കുന്നു. ഇത് വലിയ അണ്ടർപാസ്. അത്യാവശ്യം ലോറിക്കെല്ലാം പോകാൻ പറ്റും കേട്ടോ. ടിപ്പർ ബസ്സിനെല്ലാം പോകാൻ പറ്റിയ ഇത്ര ഹൈറ്റില്ല അണ്ടർപാസ് അത്. നമുക്ക് ഇതിലേ അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ പറയാം, ഇവിടെ എല്ലാം വർക്ക് ഒന്നും ആയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവിടെ മണ്ണ് കൊണ്ടിട്ടിട്ട് അവിടുന്ന് ടിപ്പറിലേക്ക് വേറെ സപ്ലൈ ചെയ്യുന്നിട്ടാണ്. ഇവിടെ എത്ര മണ്ണിട്ടാലും, എത്ര ലോഡ് മണ്ണിട്ടാലും ആവില്ല. ഇത്തിരി റിസ്ക്കാണ്. ഇത് കോൺക്രീറ്റ് കുഴക്കുന്ന മിഷീൻ്റെ ഇതാട്ടാ. എന്തോ കംപ്ലൈൻറ്റ് വന്നിട്ടാണ് ചാടിയതാണ്. കിയാറ്റോ ഞാൻ ഇവിടെ സൈഡാക്കി കുറച്ച് ഭാഗം കാണിച്ചിട്ടാ. നല്ലൊരു ഭംഗിയിലെ സ്ഥലമാണ്. ഇതല്ലേ വയലും ഇതെല്ലായിട്ട് നല്ല രസമുണ്ട്. ഈ ലെവലിലേക്ക് ഇടുന്ന് കെട്ടി പൊന്തിച്ചിട്ട് ബാക്കി വർക്ക് ചെയ്യണം. അപ്പോൾ എത്ര ലോഡ് മണ്ണ് വേണമെന്ന് കണക്കൂട്ടിക്കൊള്ളാം. ഇപ്പോൾ സർവീസ് റോഡ് അപ്പുറത്തേ വരുന്നുണ്ടോ വയലിലേക്കടെ ഇങ്ങനെ. അതൊന്നും അടുത്ത കാലത്ത് നടക്കും തോന്നില്ല. നല്ല മണ്ണോടിട്ടുണ്ട്, നല്ല ചുവന്ന മണ്ണ്, കല്ലൊന്നുമില്ലാത്ത ടൈപ്പ് മണ്ണാട്ടോ. നല്ലൊരു ചെടി പോലത്തെ. നമ്മളെ കുപ്പം ആ സൈഡിനത്തെ മണ്ണ് ഇതേപോലെ തന്നെ, കുറച്ച് നനവില്ല മണ്ണ്. ഇത് വേറെ അണ്ടർപാസ്സാട്ടോ. ഇവിടെ കുറച്ച് താറങ്ങി ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഭംഗിയുടെ സ്ഥലമാണ് കേട്ടോ. അത് വയലെല്ലാം ആയിട്ട് കണ്ടോ, കറുത്ത കൊക്കിനെ കണ്ടോ നോക്കി. കറുത്ത കൊക്ക്, വിദേശ കൊക്ക്. അയ്യോ
കിയ ടൂർ. ഈ വീഡിയോയിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കിയ ടൂറിൻ്റെ കുറേ ഭാഗങ്ങൾ 2-3 വീഡിയോയും ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ കുറേ മാസങ്ങളായി ആ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് മാറ്റം പതിനെ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നല്ലോ കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം മുമ്പേ ഇല്ല പോലെ തന്നെ ഫസ്റ്റ് കോട്ടിങ് താരങ്ങളിൽ ഇവിടെ ഒന്നും അധികം മാറ്റം വന്നിട്ട് കാണുന്നില്ല. ഇനിയൊരു അണ്ടർപാസ് അപ്പുറം ഉണ്ട് കേട്ടോ. നമ്മുടെ തളിപ്പറമ്പിലേക്ക് എത്തുന്ന അണ്ടർപാസ്സാണ്. തളിപ്പറമ്പ് നമ്മളെ സിറ്റിയിലേക്ക് എത്തുന്നു. അതാണ് യഥാർത്ഥ കിയ ടൂർ. നല്ല കിയ ടൂർ എന്ന് പറയില്ലേ, ചില സ്ഥലത്ത് ചില പേരായിരിക്കും. അതിലൂടെ വണ്ടി പോകാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. അതിലേക്ക് തിരിച്ചിട്ട് തന്നെ പോകണം. ഒരേട്ടൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അതിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ എന്നാ തോന്നുന്നത്. പോകാൻ പറ്റില്ല, വണ്ടിക്കലോടില്ല. വണ്ടി പോകാൻ പറ്റുമെങ്കിൽ സുഖമായിരുന്നു. റിസ്ക് പിടിച്ചിട്ട് പോകേണ്ട കേട്ടോ. പോവാം. ഇതിൽ മെല്ലെ അങ്ങോട്ട് ഇറങ്ങാം. താണ് പോകുമെന്നറിയില്ല. പോകാൻ സാധ്യതയുണ്ട് ഗൈസ്. ഇതാണ് യഥാർത്ഥ കിയ ടൂർ. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ പുളിമ്പറമ്പ് ഭാഗത്തി. പിന്നെ വീടിന്ന് അങ്ങോട്ട് പിന്നെ 2-3 വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വീഡിയോ പിന്നെ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ.